താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. പലരും പറഞ്ഞു, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപക്ഷെ ആ പലരിലും നിങ്ങളും ഉണ്ടായേക്കാം. ഈ പറയുന്നതിന് പിന്നിലുള്ള കാരണം സാധ്യതയൊന്നും ഇല്ല, ഇനി രക്ഷയില്ല എന്ന അർത്ഥത്തിലാണ്. ഡോക്ടർ പറയും ഒത്തിരി പഴക്കമായി പോയി ഈ രോഗം തന്നെ. കേട്ടിട്ടില്ലേ? വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന ആ വാക്കുകൾ. നേരത്തെ ആയിരുന്നെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് എന്തെങ്കിലും മെഡിസിനൊക്കെ കൊടുത്ത് അങ്ങനെ കിടക്കുന്നവരെ കിടക്കട്ടെ, അല്ലേ? അങ്ങനെയല്ലേ? ഒത്തിരി പഴക്കമായി പോയി, 3rd സ്റ്റേജ് അല്ലെങ്കിൽ 4th സ്റ്റേജ് ആയി. ആദ്യം ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ഇതൊക്കെയല്ലേ പറയുന്നേ, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അന്നേ ഒന്ന് ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നോ? അങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ ആക്രമിച്ചതുകൊണ്ട് എന്താ കാര്യം? കഴിഞ്ഞു പോയില്ലേ? ഇപ്പോൾ ഈ കണ്ടീഷനിലായല്ലോ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും. കാലാവധി കഴിഞ്ഞതുകൊണ്ട്, കാലപ്പഴക്കം വന്നുപോയത് കൊണ്ട് ഇനി ശരിയാകത്തില്ല, അല്ലെങ്കിൽ സൗഖ്യമാകുവാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ സാധ്യത പോലുമില്ല. ഒത്തിരി വർഷങ്ങളായി തുടങ്ങിയ മദ്യപാനമാണ്, ഇനി പുറത്ത് വരത്തില്ലെന്നേ. അപ്പോൾ അവൻ അങ്ങ് അഡിക്റ്റായിപ്പോയി, ആൽക്കഹോൾ അഡിക്റ്റായിപ്പോയി. അവൻ്റെ രൂപം കണ്ടില്ലേ? അവൻ്റെ ശരീരം കണ്ടില്ലേ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒത്തിരി പേർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇല്ലേ? ചിലരുടെയൊക്കെ രൂപം തന്നെ അങ്ങ് കുടിച്ചങ്ങ് മാറിപ്പോകും. സംസാരം, ശീലങ്ങൾ, രീതികൾ എല്ലാം മാറും, ഒന്നിനും കൊള്ളാത്തവരായി മാറും. അവരെക്കുറിച്ച് പറയാനുണ്ട്, ഇനി ഇവരൊന്നും രക്ഷപ്പെടത്തില്ല. പറഞ്ഞാലും ഇവർ കേട്ട് മനസ്സിലാക്കി തിരികെ വരത്തില്ല. ഇനി വല്ല റീഹാബിലേഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അതും നടക്കത്തില്ല. ഒത്തിരിയായിപ്പോയി. നിങ്ങൾ കറിഞ്ഞുകൂടെ ദൈവദാസനെ? മാതാവേ, അതല്ലേ പറയാൻ വന്നേ. ഒത്തിരി വർഷമായ ദൈവദാസനെ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞങ്ങളുടെ മോൻ ഇങ്ങനെ കൂടി തുടങ്ങിയിട്ട്, ഈ മോശം സാധനം ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ട്. ഒത്തിരി വർഷമായി ഈ മോശം കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ട്. കുറേ കാലം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ, വിട്ടു വരത്തില്ല, അല്ലേ സഹോദരി? കുറേ കാലമായി എൻ്റെ ചേട്ടനുള്ള ബന്ധമായി. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. എങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറ്റിയേനെ, ആരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ച് മാറ്റിയെടുത്തേനെ. പക്ഷെ ഇത് ഒത്തിരി വർഷങ്ങളായിരിക്കുന്നു. ക്യാൻസർ പോലെ ആ ബന്ധം എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരിക്കുക. ഇനി അതിനെ പിഴുതെറിയുവാൻ സാധ്യമല്ല. നേരത്തേക്കായിരുന്നെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു. പിണങ്ങിയിട്ട് ഒത്തിരി നാളുകളായി, ഒത്തിരി ആയെന്നേ. പഴയ ഐക്യമൊന്നും ഇല്ലാതായിട്ട്, നേരാമണ്ണം സംസാരിച്ചിട്ട്, നേരാമണ്ണം പരസ്പരം പങ്കുവയ്ക്കുവാനുള്ളത് പങ്കുവച്ചിട്ട് ഒത്തിരിയായി. ഇനി ശരിയാകത്തില്ലെന്ന്. എത്രയായി, അല്ലേ സഹോദര, അല്ലേ സഹോദരി? ഇനി ശരിയാകത്തില്ല. പഴയ ഇതൊക്കെ അങ്ങ് പോയി. ആ ജോലി സ്ഥലത്ത് എത്ര കാലം കൊണ്ട് തുടങ്ങിയതാ. ഇന്നോ ഇന്നലെ ആയിരുന്നെങ്കിൽ ശരിയാക്കുവാൻ കഴിയുമായിരുന്നു. ഇതിപ്പോൾ പ്രശ്നം തുടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി. ഇനി അത് പരിഹരിക്കുവാൻ കഴിയത്തില്ല. ആർക്കും ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയത്തില്ല. കാരണം എവിടെ നിന്നൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അറിയുവാൻ കഴിയാത്ത വിധത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ. അതല്ലേ സഹോദര ആ ജോലി സ്ഥലത്ത്, ജോലി സംബന്ധമായി നീ അനുഭവിക്കുന്നത്? എന്തൊക്കെയാണ് തടസ്സങ്ങളെന്ന് അറിയാൻ പാടില്ല. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ അറിയാമായിരുന്നു. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയുവാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് നമ്മിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട്. ഇപ്പോൾ ഒത്തിരി തവണ അവർ പ്രതീക്ഷിക്കുന്നതിലും അതിലപ്പുറം ഉള്ളതും കൊടുത്തു, എന്നിട്ടും ജോലി കിട്ടുന്നില്ല. നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞവരൊക്കെ അവിടെ കയറിപ്പോയി ജോലിക്കായിട്ട്. പല രാജ്യങ്ങളിലും അവർ എത്തി, അവരുടെ സ്വപ്നങ്ങൾക്കൊക്കെ പൂർത്തീകരണം വരുത്തിയും തുടങ്ങി. എന്നിട്ട് നമ്മളിവിടെ മാതാവ് പിതാവ് എന്നിൻ്റെ മക്കളെ കുറിച്ചാണ്. സഹോദര സഹോദരി, കാത്തിരിക്കുക. കാത്തിരിപ്പ് അധികരിക്കുമ്പോൾ ഇനി രക്ഷയൊന്നുമില്ല. പലരും പറഞ്ഞു തുടങ്ങി, ഇനി രക്ഷയൊന്നുമില്ല, അതിൻ്റെ തലമുറകൾ ഇനി രക്ഷപ്പെടത്തില്ല. അതൊക്കെ തീർന്നത് വെറുതെ പഠിപ്പിച്ചതാ. അത് വേദനയല്ലേ? പുറത്തുള്ളവർ പറയുന്നത് കേട്ട് ആ വേദനപ്പെടുത്തുന്ന വാക്കുകൾ അറിയാതെ നീയും പറഞ്ഞു പോവുക. നിന്റെ മക്കളത് കേൾക്കുമ്പോൾ തകർന്നു പോകുന്ന അവരുടെ മുഖം കാണുമ്പോൾ വല്ലാത്ത അവസ്ഥയാ. അയ്യോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇനി ആ സ്ഥാപനം രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല. കടം വാങ്ങി വാങ്ങാവുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങി കടം കുന്നുകൂടി. ഇനി ആരും കടം തരുവാൻ
സാധ്യതയില്ല. അല്ലെങ്കിൽ തന്നെ ഇനിയും കടം വാങ്ങിച്ച് പലിശക്കടം കൂട്ടിയിട്ട് എന്താ കാര്യം? ഇനിയും ബാധ്യത കൂട്ടിയിട്ട് എന്താ കാര്യം? ഇനി സാധ്യതയില്ല. ഇത് ഒത്തിരി വർഷമായില്ലേ, ഇനി ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കുക നടക്കത്തില്ല. ഒത്തിരി വർഷമായില്ലേ, നല്ലൊരു വിവാഹം നടക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു, നടക്കുന്നില്ല. ഇനി സാധ്യതയില്ല. കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളില്ല. ഒരു കുഞ്ഞിനു വേണ്ടി ഒത്തിരി പഴക്കമായി. ഇപ്പോൾ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങൾക്കൊപ്പമുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സാധ്യതയുടെ വാതിലുകളെല്ലാം കാലപ്പഴക്കം കൊണ്ട് അടഞ്ഞു പോയിരിക്കുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നു. അവിധത്തിൽ പലതും ഉണ്ടാകേണ്ടതാണ്, പക്ഷേ ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാലപ്പഴക്കം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുപോയി. ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് എന്തിന്, നിങ്ങൾക്ക് തന്നെ യാതൊരു സാധ്യതയും നിങ്ങൾ ഇന്നായിരിക്കുന്ന വിഷയങ്ങൾക്ക് കൽപ്പിക്കുവാൻ ഇല്ലായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് മുമ്പിൽ കാലപ്പഴക്കത്തിൻ്റെ കണക്കുകൾ പറഞ്ഞ് മാറി നിൽക്കാതെ സാധ്യതയുടെ പുതിയ വാതിലുകൾ തുറന്നു തരുവാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവം, അതെ, അവൻ ഇന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില വിഷയങ്ങളെ കർത്താവ് ഇന്ന് പരിഹരിക്കുക. ഓ സ്തോത്രം. കാലപ്പഴക്കം കൊണ്ട് ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇല്ലെന്നേ. സ്തോത്രം. ഒരിക്കലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരുവൻ്റെ അടുക്കലെത്തി. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? ബെഥേസ്ദ എന്ന് പറയുന്ന കുളക്കടവിൽ. അത് യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആട്ടുവാതിലിൻ്റെ സമീപത്താണ്. ബെഥേസ്ദ എന്ന കുളത്തിന് 5 കൽമണ്ഡപങ്ങളുണ്ട്. വളരെ പ്രശസ്തമായ ആ മണ്ഡപത്തിന് കീഴിൽ അതിലും പ്രശസ്തമായ ഒരു കുളം, ബെഥേസ്ദ എന്ന കുളം. അവിടെ എന്താണ് ആ കുളത്തിൻ്റെ പ്രത്യേകത? ഏത് രോഗിക്കും സൗഖ്യമാകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ കുളക്കടവിലുണ്ട്. കാരണം അവിടെ ദൂതൻ വരും. ദൂതൻ വന്ന് കുളം കലക്കും. 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വന്നാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയും. അപ്പോൾ ദൂതൻ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവർക്ക് രോഗസൗഖ്യം കിട്ടും. മീൻസ് ആദ്യം രോഗിയായി ഇറങ്ങുന്നവൻ സൗഖ്യത്തോടെ തുള്ളിച്ചാടി കൈയടിച്ച് കരയ്ക്ക് കയറും. രണ്ടാമത് ഇറങ്ങുന്നവൻ ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ് അയ്യോ പറ്റിപ്പോയി. മൂന്നാമത് ഇറങ്ങുന്നവൻ കുറച്ചുകൂടെ ശ്രമിക്കണം. 4, 5, 6 അവരൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഒരുവൻ ആദ്യം ഇറങ്ങുന്നവൻ സന്തോഷത്തോടെ തിരികെ കയറും. അങ്ങനെ 38 വർഷമായി എത്രാമതാണ് ഇറങ്ങുവാൻ കഴിഞ്ഞതെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമ്പേഴ്സിലൊന്നും വന്നിട്ടില്ല. പുള്ളി അവിടെ കിടക്കുക. 38 വർഷമായി സൗഖ്യം കാത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ. ഒന്ന് ചിന്തിച്ച്, ഒന്നാമത്തെ ദിവസം പ്രതീക്ഷയോടെ ആ കുളക്കടവിലെത്തിയ ഒന്നാമത്തെ ദിവസം ആ മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. ആ മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന അവൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു വലിയ കൂട്ടം തന്നെ. ആദ്യമായിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ ഇല്ലേ, അതൊരു വേദനയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല. ആദ്യമായിട്ടൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും കാണും. പിന്നെ ആവശ്യങ്ങൾ അടിക്കടി വരുമ്പോൾ ആരും കാണത്തില്ല. 1-2 തവണയൊക്കെ മനുഷ്യർ സഹായിക്കും. അത് കഴിഞ്ഞ് അവരങ്ങ് മാറിപ്പോകുന്നേ. വേദനയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മനുഷ്യരല്ലേ, അവർക്കും പല ആവശ്യങ്ങളില്ലേ. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ മനുഷ്യരെ കൊണ്ട് ഒരു ഘോഷയാത്ര പോലെ ആൾക്കാരെത്തി, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം കൂടി നിൽക്കുക. എല്ലാവരും വെയിറ്റ് ചെയ്യുക. എപ്പോൾ ദൂതൻ വരും, എപ്പോൾ കുളം കലങ്ങും. എല്ലാവരും കൂടെ റെഡിയായി നോക്കി നിൽക്കുന്നു. ദൂതൻ വരുന്നു, ഈ രോഗിയെ പൊക്കിയെടുക്കുന്നു, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ അതിനു മുമ്പ് ഫോട്ടോ ഫിനിഷ് എന്ന് പറയുന്നത് പോലെ വേറൊരുത്തൻ വെള്ളത്തിൽ ഇറങ്ങി സൗഖ്യമായി കയറിപ്പോയി. ജസ്റ്റ് മിസ്. കുഴപ്പമില്ല, നാളെ പിടിക്കാം. നാളെയും അന്നും അത് സംഭവിച്ചു. അതിൻ്റെ നാളെയും അന്നും അത് സംഭവിച്ചു. ഘോഷയാത്ര പോലെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം കുറഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നു. ഫോട്ടോ ഫിനിഷ് മാറി. പിന്നെ ആരൊക്കെയോ വേഗത്തിൽ പോകുന്നു, ഇറങ്ങുന്നു, കയറി പോകുന്നു. ഇവർ പതുക്കെ ആയി ഇവരുടെ യാത്ര. അങ്ങനെ പോയി ഈ മനുഷ്യൻ ഒറ്റയ്ക്കായി. അവരെന്തുകൊണ്ടാണ് പോയത്? അവരുടെ മനസ്സിലൊരു ചിന്ത വന്നു, നടക്കത്തില്ല. നടക്കണമായിരുന്നെങ്കിൽ ആദ്യ ദിവസം നടന്നേനെ.
കാരണം അന്നായിരുന്നു ഫോട്ടോ ഫിനിഷ്. പിറ്റേന്ന് അതുപോലെ എത്തിയില്ല, തൊട്ടടുത്ത് എത്തിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി നടക്കത്തില്ല. ദിവസം കഴിയെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും തിരിച്ചറിഞ്ഞു ഇനി നടക്കത്തില്ല. ദിവസം കഴിയെ പതിയെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും മനസ്സിലായി. സഹോദര സഹോദരി, നീ ആശുപത്രികൾ കയറി ഇറങ്ങുമ്പോൾ ആദ്യമൊക്കെ വലിയ ഉത്സാഹത്തോടെ കൂടെ നിന്നവർ, അവർക്ക് മനസ്സിലായി തുടങ്ങി ഇത് സാധ്യതയില്ല, രക്ഷപ്പെടത്തില്ല. ഡോക്ടറുടെ മുഖഭാവം, അവിടെയുള്ള ഒത്തിരി പേര് രോഗികളായി കണ്ട അനുഭവം, ഇതൊക്കെ വെച്ചിട്ട് അവർ തീരുമാനിച്ചു സാധ്യതയില്ല, രക്ഷയില്ല. രക്ഷപ്പെടുത്തുവാൻ കഴിയാത്തിടത്ത് അവർ വെറുതെ നിൽക്കുന്നത് എന്തിനാ? അങ്ങനെ ഒറ്റയ്ക്കായി പോയ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒപ്പം ആരുമില്ലാതെ കാലപ്പഴക്കം വന്ന രോഗവുമായി ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദര സഹോദരി, കാലപ്പഴക്കം കണ്ട് ഇട്ടിട്ട് പോകാത്ത ഒരുവൻ ഇന്ന് നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. അവൻ നിന്നെ സൗഖ്യമാക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞേ. ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക. മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, വിട്ടുമാറാത്ത ദീർഘവർഷങ്ങളായി നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ രോഗത്തിന്, ആ വേദനയ്ക്ക് ഇപ്പോൾ ശമനമുണ്ടാകുക. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. ഓ താങ്ക് ഗോഡ്, ആമേൻ. സൗഖ്യം വ്യാപരിക്കുന്ന കൃപയ്ക്കായി അസ്ഥിമേൽ മാംസത്തിന്മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ രോഗാത്മാവ്, വർഷങ്ങൾ പഴക്കമുള്ള ആ രോഗബന്ധനം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുക. നിവരാത്ത ചില ജോയിന്റുകൾ നിവർന്നു വരിക. യെസ്, പ്രാർത്ഥിക്കുക. ആ ജോയിന്റ് നിവർന്നു വരിക. ആ ജോയിന്റിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ കാലുറപ്പിച്ച് നിൽക്കുവാൻ തക്കവണ്ണം, കൈ നീട്ടി ചിലത് എടുക്കുവാൻ തക്കവണ്ണം ആ ജോയിന്റുകൾ നിവർന്നു വരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അപ്പോ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ കാര്യം മനസ്സിലായി. പോകെ ഈ മനുഷ്യനും കാര്യം മനസ്സിലായി. നടക്കത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ രോഗിയായി തന്നെ ജീവിതാവസാനം വരെ തുടരേണ്ടി വരും. അതല്ലേ ചിന്ത? ഈ രോഗം എന്നും കൂടെ കാണും. ഈ ഷുഗറും, ഈ പ്രഷറും, ഈ കൊളസ്ട്രോളും, അയ്യോ, ഈ കാലുവേദനയും, കൈവേദനയും, നടുവേദനയും, കഴപ്പും, ഇത് മാറത്തില്ല. അയ്യോ, ഇതിങ്ങനെ അനുഭവിച്ച് എന്തൊരു നശിച്ച ജീവിതം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കും, ദീപദാസനെ അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ രേഖപ്പെടുത്തണമോ? ആ മനുഷ്യൻ പറയുകയല്ലേ, കർത്താവായ യേശു ക്രിസ്തു ആ മനുഷ്യനോട് ചോദിക്കുക, അവൻ ഏറിയ നാളെ അവിടെ കിടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട്, എന്താ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? 6-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ആ മനുഷ്യൻ 7-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നേ? യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മീൻസ് അവനറിയാം സാധ്യതയില്ല, ഇനി സൗഖ്യമാകുവാൻ സാധ്യതയില്ല, ഇനി തിരിച്ചു വരത്തില്ല, ഇനി തിരിച്ചു കിട്ടത്തില്ല. അല്ലേ സഹോദരി? ഇനി തിരിച്ചു കിട്ടത്തില്ല. ഞാൻ ഒത്തിരി തവണ ശ്രമിച്ചു, പിന്നാലെ പോയി ചാരന്മാരെ അയച്ചു. എന്തിനാ? ഭർത്താവ് എവിടെയാണ് പോകുന്നത്, ആരുമായിട്ടാണ് ബന്ധം, അതൊക്കെ കണ്ടുപിടിക്കുവാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. തിരികെ പിടിച്ചു കൊണ്ടുവരുവാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. എനിക്കൊപ്പം പലരും കൂടെ നിന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ നിന്നു, ബന്ധുക്കൾ നിന്നു, എൻ്റെ ബന്ധുക്കൾ നിന്നു, കൂട്ടുകാർ നിന്നു. പക്ഷെ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്കറിയാം നടക്കത്തില്ല. അങ്ങ് ആ ബന്ധമങ്ങ് ആഴത്തിൽ സ്ട്രോങ് ആയിപ്പോയി. അതെങ്ങനെയാണ്? തെങ്ങിൻ്റെ മണ്ടയിലെ വാവൽ കൊണ്ടുപോകുന്ന അടയ്ക്ക വീണ് അടയ്ക്കാമരമുണ്ടായാൽ തെങ്ങ് അടയ്ക്കാമരമാകുമോ? അതോ അടയ്ക്കാമരത്തിനുള്ളതായി തെങ്ങ് മാറുമോ? അങ്ങനെ ഒരു ദിവസം ഏവളെങ്കിലും വന്ന് വീണാൽ, ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്റെ ഭർത്താവ് ചെന്ന് പെട്ടാൽ, നിന്റെ ഭർത്താവ് അവൾക്കുള്ളതായി മാറുമോ? ചിന്തിക്കേ. കുറച്ച് വളരും, ഒരു 2 ഇലയൊക്കെ. പക്ഷെ കാറ്റടിക്കുമ്പോൾ അടയ്ക്കാമരം താഴെ വീഴും. അടയ്ക്കാമരത്തിനുള്ളതായി തെങ്ങ് മാറത്തില്ല. തെങ്ങാണ്, അടയ്ക്കാമരമാണ്. നിന്റെ ഭർത്താവ് അവൻ നിന്റേത് തന്നെയാണ്. ഒന്നിനും ഒരുത്തിക്കും ഒരു ബന്ധത്തിനും അവനെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുവാൻ, അവകാശം പറഞ്ഞ് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം അവൻ നിന്റെ അവകാശമാണ്. ആ ബന്ധത്തിന് എത്ര പഴക്കമുണ്ടെങ്കിലും ആർക്കും അതിനെ കാലപ്പഴക്കത്തിൻ്റെ പേര് പറഞ്ഞ് പരിഹരിക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും ആ കാലപ്പഴക്കം തിരിച്ചറിഞ്ഞ് നിന്റെ അടുക്കൽ എത്തുന്നവരുണ്ട്. അതേ യേശു നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. നിന്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരിക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ബന്ധത്തിൽ നിന്ന്, കാലപ്പഴക്കമുള്ള ബന്ധത്തിൽ നിന്ന് നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവരിക. സഹോദര, നിന്റെ ഭാര്യയെ കാലപ്പഴക്കമുള്ള, യെസ്, ഇനി അവൾ ശരിയാവത്തില്ലെന്നേ,
ശരിയാവണമായിരുന്നു, നേരത്തെ ശരിയാവണമായിരുന്നു. ഈ വീട്ടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ഒരു ഭാര്യയായി നേരത്തെ ആവണമായിരുന്നു. ഇനി ആകുവാൻ സാധ്യത എല്ലാവരും പറഞ്ഞു, ഇനി ആകുവാൻ സാധ്യതയില്ല എല്ലാവരും പറഞ്ഞു. നീയും അത് ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ നീ ആലോചിക്കുന്നുണ്ട്. നടക്കത്തില്ല, ഇനി നടക്കത്തില്ല, നിനക്ക് നടത്തുവാൻ പറ്റത്തില്ല. നടത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, അവൻ്റെ അടുക്കൽ നീ ആയിരിക്കുന്നു. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, നിന്റെ ആ വിഷയത്തെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ഒന്നും പറയണ്ട. ആ രോഗിയെ പോലെ ഒന്നും പറഞ്ഞ് അലമ്പാൻ നിൽക്കണ്ട. ആരുമില്ല യജമാനനെ, എന്നെ എടുത്തിറക്കാൻ ആരുമില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് മുമ്പേ ആരൊക്കെയോ പോകുന്നു, ഭയങ്കര പ്രശ്നമാണ്. ആ ദേവദാസന് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എൻ്റെ ഭർത്താവ് അങ്ങനെ, പിന്നെ മദ്യപാനമുണ്ട്, ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, മക്കളെ കാര്യം നോക്കത്തില്ല, അവൾ അങ്ങനെയാണ് ദേവദാസന്, കുറേ കാലമായി ഇതൊന്നും പറഞ്ഞ് കിടന്ന് അലമ്പണ്ട. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. എൻ്റെ യേശു അപ്പം നിൻ്റെ അടുക്കലുണ്ട്, എൻ്റെ യേശു നിൻ്റെ അടുക്കലുണ്ട്. ഓ താങ്ക് ഗോഡ്. കാലപ്പഴക്കം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് നീ വിചാരിച്ചതിനെ എൻ്റെ കർത്താവ് തിരികെ തരിക. യേശുവിൻ നാമത്തിൽ ആമേൻ. നിന്റെ ഭർത്താവ് തിരികെ വരിക. സഹോദരി, തകർന്നു പോയെന്ന്, നഷ്ടപ്പെട്ടു പോയെന്ന് ഉറപ്പിച്ച നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് തിരികെ തരിക. ആ മദ്യപാന ശീലത്തിൽ നിന്നും, വർഷങ്ങളുടെ പഴക്കമുള്ള ആ മദ്യപാന ശീലത്തിൽ നിന്ന്, ആ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന്, ആ കൂട്ടുകെട്ടിൽ നിന്ന്, ആ ബന്ധത്തിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരിക. ഓ താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നോക്കിയേ, അങ്ങനെയാ ബൈബിൾ പറയുന്നത്. എന്താ 8-ാമത്തെ വാക്യത്തിൽ യേശു പറയുക, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. 9-ാമത്തെ വാക്യത്തിൽ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ആ കിടന്നു പോയ സ്ഥാനത്തു നിന്ന് നീണ്ട വർഷങ്ങളായി കിടന്നു പോകുക. അപമാനം, നിന്ന, പരിഹാസം, അല്ലേ സഹോദര? ആ ജോലി സ്ഥലത്ത് എത്ര നാളായി വല്ലാത്ത ഭാരമാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം, നേരത്തെ ഉള്ളവരും ഒപ്പം വന്നവരും ശേഷം വന്നവരും എല്ലാം ഓരോ കൊട്ടുകൊട്ടിയിട്ട് പോവുകയാണ്. പരിഹസിക്കുക, കളിയാക്കുക, കിടക്കുക, വീണ് കിടക്കുക, മറുത്ത് പറയുവാൻ കഴിയാതെ ഒരു നിലകളിലും. എന്തെങ്കിലും നല്ലതെന്ന് പറയാനുണ്ടോ? ഇല്ല. നിവർത്തികേടുകൊണ്ട് അതിനകത്ത് നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സഹോദര, സഹോദരി, ആ തൊഴിലിടത്തിൽ നീ വീണുപോയ സ്ഥാനത്ത് നിന്ന്, നിന്നെ ശത്രുവായവൻ വീഴ്ത്തിക്കളഞ്ഞ സ്ഥാനത്ത് നിന്ന് എൻ്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ. നീ ശ്രമിച്ചു പറ്റാത്തത്, നിനക്ക് വേണ്ടി ഒപ്പമുള്ളവർ ശ്രമിച്ചു പറ്റാത്തത്, അതേ നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഓ താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വീണ് പോയിടത്ത് നിന്ന്, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ വീണ് പോയിടത്ത് നിന്ന് ചിലർ എഴുന്നേൽക്കുക. ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുക. കിടക്കയെടുത്ത് ചിലർ നടന്നു തുടങ്ങി. ആമേൻ, ആമേൻ. ഇനി മുമ്പോട്ടില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, എല്ലാ സാധ്യതകളും തീർന്നു. മുൻപോട്ടില്ല. എനിക്കിനി നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല. മുമ്പിലാണെങ്കിൽ നോക്കാൻ പോലും ആവശ്യങ്ങൾ ഒത്തിരിയാ. മക്കളുടെ പഠനം അങ്ങുമിഞ്ഞും എത്തിയിട്ടില്ല. വീട് വയ്ക്കണം, ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട്. വസ്തു വാങ്ങണം, വാഹനം വാങ്ങണം. അയ്യോ, അതുകൊണ്ട് കിടന്നെടുത്ത് തലയിൽ കൂടെ പുതപ്പ് മൂടി അങ്ങ് കിടക്കുക. ഇവിടെ കിടന്നാൽ മതി, ഒന്നും അറിയണ്ട. ഇല്ല, നീ എഴുന്നേറ്റ് നടന്ന്, ഓ സ്തോത്രം, നീ എഴുന്നേറ്റ് നടന്ന് നിന്റെ കുടുംബം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് കൊടുക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം നീ നടന്നു തുടങ്ങുക. ഓ സ്തോത്രം. ആരുടെയെങ്കിലും ഇഷ്ടത്തിനുള്ളത് കിട്ടുന്നവനിൽ നിന്ന് നിനക്ക് വേണ്ടത് നേടിയെടുക്കുന്നവനായി നീ നടന്നു തുടങ്ങുക. അതിന് തക്കവണ്ണം കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുക. പലരുടെയും ഇഷ്ടം അവരുടെ ഇഷ്ടത്തിന് നിനക്ക് എന്തെങ്കിലും തരണമെന്നാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് നിനക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ തക്കവണ്ണം നീ മുൻപോട്ട് പോകണമെന്നാണ്. അതിന് തക്കവണ്ണം കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ കിടക്കെടുത്ത് നടക്കാം. ആമേൻ. സ്തോത്രം. വർഷങ്ങളായതാ അല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയമൊക്കെ തോന്നും. ദൈവദാസനെ, എങ്ങനെ പറ്റിപ്പോയൊരു സംഭവം, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമോ? യേശു എങ്ങനെ ആ മനുഷ്യനൊന്ന് സൗഖ്യമാക്കി? 38 വർഷം ആ മനുഷ്യൻ എഴുന്നേറ്റു. അതുകൊണ്ട് എല്ലായിടത്തും ഇത് തന്നെ നടക്കും. എന്നും വെള്ളിയാഴ്ച ആയിരിക്കും അല്ലേ? അത് തന്നെ ആണോ? നമ്മുടെ യേശു, പുള്ളിയുടെ ജോലി ഇത് തന്നെയാണ്. ഈ പഴക്കമുള്ളതിനൊക്കെ യേശു തേടി ചെല്ലുക. നോക്കിയേ, 9-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷമാണ്. 1-ാമത്തെ വാക്യത്തിൽ പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ, പിറവിയിലെ കുരുടനായൊരു ശിശു എന്നെഴുതിയിരുന്നാൽ നമുക്കൊരു 5-6 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞിനെ കണക്കാക്കാം. പിറവിയിലെ കുരുടനായൊരു ബാലൻ എന്നെഴുതിയിരുന്നാൽ ഒരു 16 വയസ്സ് വരെയുള്ള കണക്കാക്കാം. പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നിശ്ചയമായും 30 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ.
മീൻസ് 30 വർഷമായി അവനൊന്നും കാണുന്നില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അപ്പോൾ കേൾവിയും കാഴ്ചയും അത് ചേരുന്നതാണ് ഒരു പൂർണ്ണത, അല്ലേ? കേൾക്കുകയും വേണം, കാണുകയും വേണം. ഇടി കേൾക്കുകയും വേണം, മിന്നൽ കാണുകയും വേണം. ഇത് ഇടി മാത്രമേ ഉള്ളൂ, മിന്നലൊന്നുമില്ല. കേൾവി മാത്രമേ ഉള്ളൂ, കാണാനൊന്നുമില്ല, അല്ലേ? അതല്ലേ അവസ്ഥ? പലതും കേൾക്കുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, മറ്റു പലതും കേൾക്കുന്നുണ്ട്, പക്ഷെ നല്ലതൊന്നും കാണാനില്ല. നോക്കിയിട്ട് കാണാനില്ല, ഒന്നും കാണാനില്ല. കുറെ ആയപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അവിടെ ഒരു ടോക്ക് തന്നെ ഉണ്ടായി. ആ ടോക്ക് 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്താ? ഗുരു, റബ്ബി, ഈ മനുഷ്യൻ പാപിയായി തീരുവാൻ കാരണം ഇവന്റെ അപ്പനാണോ അമ്മയാണോ? അപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ടോക്ക് മാറി. പാപത്തിന്റെ കണക്കെടുപ്പുകളും കഥകളും, അല്ലേ? കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ ഇതാ, നീ എന്നങ്ങനെ ആയിരുന്നോണ്ടാണ്, അതൊക്കെ ചെയ്തോണ്ടാണ്, ഇങ്ങനെ പറഞ്ഞ് 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 വിടുവോ? ടോക്കൊക്കെ ആയി തുടങ്ങി. പലരുടെയും ജീവിതം ദേശത്തിൽ സംസാരമായി. നിന്റെ തലമുറകളുടെ ജീവിതം ദേശത്തിൽ സംസാരമായി. മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനും ആക്കിച്ചിരിക്കുവാനുമുള്ള വിഷയങ്ങളായി നിങ്ങളുടെ തലമുറകൾ മാറിയിരിക്കുന്നു. വല്ലാതെ ഭാരപ്പെടുകയാണ്. പറഞ്ഞ് പരിഹസിക്കുക. അവരുടെ ജീവിതത്തിൽ നല്ലതൊന്നുമില്ല. പഠിപ്പിച്ചു, അതിനൊത്തവണ്ണം നല്ലതില്ല. വളർത്തി, ആ വളർച്ചയ്ക്കൊത്തവണ്ണം നല്ല രീതിയിൽ അവർ വളരുന്നില്ല. അവരെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷെ കാണുവാനില്ല. കാണുവാൻ കഴിയാത്ത അകലത്തിലേക്ക് അവർ ആയിപ്പോയിരിക്കുന്നു. മോശ കൂട്ടുകെട്ടുകൾ, പരാജയം, അടിക്കടി അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരാജയം, കാണുവാൻ പറ്റാത്ത വിധത്തിൽ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പഴയ സ്നേഹസമ്പന്നനായ മകനായി, മകളായി, എപ്പോഴും ചിരിക്കുന്ന, കലബലാ വർത്തമാനം പറയുന്ന, അമ്മേ അപ്പാ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ആ കുഞ്ഞുങ്ങളായി അവരെ കാണുവാനേ കഴിയുന്നില്ല. ചെവിക്കുള്ളിൽ പണ്ട് അവരങ്ങനെ ആയിരുന്നപ്പോഴുള്ള വിളിയ, പപ്പാ മമ്മി എന്നുള്ള വിളിയ, കരയുക. എൻ്റെ മക്കളുടെ ചിരിച്ച മുഖം കാണുവാൻ കഴിയുന്നില്ല, നല്ലതൊന്നും കാണുവാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങൾ കരയുക, ഇല്ലേ? അപ്പോയിൻമെന്റ് ലെറ്റർ കാണുവാനില്ല, പ്രതീക്ഷിച്ചിരിക്കുക. നല്ലതൊന്നും അവരുടെ ജീവിതത്തിൽ കാണുവാനേ കഴിയുന്നില്ല. വല്ലാത്ത ഭാരമാണ്, വല്ലാത്ത വേദനയാ. നോക്കൂ, വചനം പറയുന്നു 9:11 അവൻ കാഴ്ച പ്രാപിച്ചു. മീൻസ് അവൻ കണ്ടു. എന്നെ കേൾക്കുന്ന ചിലർ കാണുവാൻ പോകുക. നിങ്ങൾ ഇനി ഒരിക്കലും കാണത്തില്ല എന്ന് ചിന്തിച്ച ചിലത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണത്തില്ല എന്ന് കരുതിയത് കാലപ്പഴക്കം കൊണ്ട്, വർഷങ്ങളേറെ ആയതുകൊണ്ട് ഇനി അവർ ജയിക്കത്തില്ല. ഇത്ര തവണ എഴുതി കിട്ടാത്ത IELTS അവർക്ക് കിട്ടത്തില്ല. ഇത്ര തവണ എഴുതി കിട്ടാത്ത ഡിഗ്രി അവർക്ക് എഴുതിയെടുക്കുവാൻ കഴിയത്തില്ല. ഇത്ര തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാത്ത ജോലി ഇനി അവർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പോലും മനസ്സ് മടുത്ത അത് നിങ്ങൾ കാണുവാൻ പോകുക. ആ റിസൾട്ട് നിങ്ങൾ കാണുവാൻ പോകുക. നിങ്ങളുടെ തലമുറകൾ ജോലിക്കായി ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥാപനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ആ രാജ്യങ്ങൾ നിങ്ങളുടെ തലമുറകൾ കാണുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നിങ്ങൾ കാണുവാൻ പോകുക. അമ്മേൻ. വർഷങ്ങളായി കേൾവി മാത്രമേ ഉള്ളൂ, കണ്ടിട്ടില്ല, നല്ലതൊന്നും കണ്ടിട്ടില്ല, സന്തോഷിക്കുവാനുള്ളതൊന്നും കണ്ടിട്ടില്ല. ചിലർ കാണുവാൻ പോകുക. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമുണ്ടാകുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വർഷങ്ങളുടെ കാത്തിരിപ്പ്, മകളുടെ വിവാഹം, അമേൻ, മകൻ്റെ വിവാഹം, അത് നടക്കുവാൻ പോകുക. ആ തടസ്സം മാറുക. വിവാഹത്തിന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന തടസ്സം. പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നടക്കത്തില്ല. എൻ്റെ മകളുടെ വിവാഹം, അയ്യോ അതൊരു വേദനയായി മാറി. എൻ്റെ മകൻ്റെ വിവാഹം നടക്കത്തില്ല, അതെനിക്ക് കാണുവാൻ കഴിയത്തില്ല. ഭാരപ്പെട്ടായിരിക്കുക. യെസ്, ആ കാലപ്പഴക്കമെന്ന കഥയെ കർത്താവ് തിരുത്തുക. താങ്ക് ഗോഡ്. ഒരു പുതിയ അധ്യായം എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ വിവാഹ തടസ്സങ്ങൾ മാറുക. പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങൾ മാറുക. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അമേൻ. തടസ്സത്തിനുള്ള കാരണങ്ങൾ മാറിയ. അമേൻ. കയ്യിലില്ല, അതാ കാരണം. കയ്യിൽ കർത്താവ് തരുവാൻ പോവുക. യെസ്, അമ്മേൻ. കയ്യിൽ കർത്താവ് തരുവാൻ പോവുക. താങ്ക് ഗോഡ്. വിവാഹം നടത്തുവാൻ വേണ്ടത്, മകളുടെ വിവാഹം നടത്തുവാൻ വേണ്ടത്, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് കരങ്ങളിൽ തരിക. അമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി വർഷമായി ട്രീറ്റ്മെൻറ്റ് ഒത്തിരി ചെയ്തു, പക്ഷേ ഇപ്പോൾ
ഡോക്ടർമാർക്കും നിങ്ങൾക്കും പ്രതീക്ഷയില്ലാതെ ആയിരിക്കുന്നവർ ആ ഉത്തരങ്ങളിൽ കരങ്ങളെ വെച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ സ്തോത്രം. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, 38 വർഷമായി കിടക്കയിലായി പോയവനെ എഴുന്നേൽപ്പിച്ച ദൈവമേ, മധ്യവയസ്കരോട് അടുക്കുന്ന മനുഷ്യന് കാഴ്ച കൊടുത്ത നല്ല കർത്താവേ, ഇപ്പോൾ ഈ ഉദരത്തിന്മേൽ ജീവൻ വ്യാപരിക്കട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ജീവൻ ഉണ്ടാകട്ടെ, തലമുറ ജനിക്കട്ടെ. യെസ്, ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി യേശു അഡ്മിഷൻ ഡേറ്റ് കണ്ടിട്ട് ഓടിപ്പോകത്തില്ല. കടം കയറിപ്പോയതുകൊണ്ട് കടം വാങ്ങി അതിന് അവസാനം ഉണ്ടാകുവാൻ പോകുക. സ്തോത്രം, ആമേൻ. അതിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ആ കടം വാങ്ങി വീണു പോയിടത്തു നിന്ന് എൻ്റെ കർത്താവിനെ എഴുന്നേൽപ്പിക്കുവാൻ പോകുക. സ്തോത്രം, ആമേൻ. ആ തെറിവിളി കേട്ട സ്ഥാനത്ത് ചില ചിരിക്കുന്ന മുഖങ്ങളെ കാണുവാൻ പോകുക. ആ ബാധ്യതയിൽ നിന്ന് സഹോദരൻ നീ പുറത്തു വരിക. ആ കടഭാരം മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ വർഷങ്ങളായി നീ അനുഭവിക്കുന്ന ആ കടഭാരത്തിന് വിരാമമുണ്ടാകുക. താങ്ക് ഗോഡ്. കർത്താവ് അതിനെ അറുതി വരുത്തുക. ആ കടം തീർക്കുവാനുള്ളതിൻ്റെ കരങ്ങളിൽ എൻ്റെ കർത്താവ് തരിക. ആമേൻ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് കാലപ്പഴക്കമുള്ളത് കൊണ്ട് നടക്കത്തില്ല. പക്ഷെ കർത്താവ് നടത്തും. ഒത്തിരിയായി കാണത്തില്ല, പക്ഷെ കർത്താവ് കാണിക്കും. ആ യേശുവിൻ്റെ അടുക്കലാണ് നിങ്ങളായിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്ര പഴക്കമുള്ളതായിരുന്നാലും അതിനെ പുതിയതാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്കൊപ്പമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റും. ഈ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അതുപോലെ തന്നെ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേട്ട് എല്ലാ ദിവസങ്ങളും ആരംഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രഭാതമന്യ എന്ന പേരിൽ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് അനുഗ്രഹീതമായ വചന സന്ദേശം ശ്രവിക്കുവാനും അതിലൂടെ വലിയ വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാനും കർത്താവ് അവസരം നൽകും. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതുപോലെ മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. അതെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട്. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. അപ്പോൾ കണ്ണടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരിൽ രോഗികളായി ഭാരപ്പെട്ടായിരിക്കുന്നവർ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞു, സ്വയം പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാ. സകല രോഗബന്ധനങ്ങൾ വിട്ടുമാറാതെ ചില വർഷങ്ങളായി വെളിപ്പെട്ട് നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. തലമുറകളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസം, ഭാവി, അതിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. വിവാഹബന്ധം നടക്കി ആ തടസ്സം മാറുക. ആമേൻ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ആമേൻ. അഡ്മിഷനുകൾ ലഭിക്കുക, പ്രാർത്ഥിക്കുക, റിസൾട്ട് ഉണ്ടാകുക, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങിയ യേശുവിൻ നാമത്തിൽ കടഭാരങ്ങളിൽപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് കടഭാരങ്ങളെ മാറ്റുക, വഴി തുറക്കുക. സ്തോത്രം. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ജോലിമേൽ വെളിപ്പെട്ട് വ്യാപിക്കുന്ന സകല വെല്ലുവിളി യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് ഗോഡ്. പുതുവഴികൾ തുറക്കപ്പെടുക. കാത്തിരിപ്പിന് ആദ്യം ഉണ്ടാക്കിയ പ്രാർത്ഥിച്ചാട്ടെ. ജോലി ലഭിക്കുക. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഭാര്യയും ഭർത്താവും കുടുംബമായി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അകന്നുപോയത് ചേർന്ന് വരിക. തകർന്ന കുടുംബജീവങ്ങൾ പണിയപ്പെടുക. ഡിവോഴ്സുകൾ മാറിപ്പോവുക. യെസ്, സഹോദരൻ നിൻ്റെ ഭാര്യ മടങ്ങി വരിക. സഹോദരൻ നിൻ്റെ ഭർത്താവ് മടങ്ങി വരിക. പ്രാർത്ഥിക്കുക. ആ ബാധ്യതയിൽ നിങ്ങൾ പുറത്തു വരിക. താങ്ക് ഗോഡ്. ആ വസ്തു വാങ്ങുക, ആ വീട് വയ്ക്കുക, വാഹനം വാങ്ങുക. ആമേൻ. ആ ബിസിനസ്സുകൾ, സ്വയം തൊഴിലുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. സ്വദേശത്തും വിദേശത്തും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടുക. വിസ പ്രോബ്ലങ്ങൾ മാറുക. യെസ്, രാജ്യത്തിൻ്റെ വാതിലുകൾ, ആമേൻ, നിങ്ങളായിരിക്കുന്ന രാജ്യത്തുനിന്ന് അടുത്ത രാജ്യത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിശാലത പ്രാപിക്കുവാൻ കടന്നു പോവുക. താങ്ക് ഗോഡ്. വഴികൾ തുറക്കപ്പെടുക. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുക. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.